ദേശീയ പുരസ്കാരം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. സംസ്ഥാന പുരസ്കാരം ലഭിച്ചപ്പോൾ തന്നെ ദേശീയ പുരസ്കാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം കൂട്ടായ്മയുടെ വിജയം കൂടിയാണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന പേരും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നുവെന്നും ഫാസിൽ മുഹമ്മദ് ജനം ടിവിയോട് പറഞ്ഞു. ഫെമിനിച്ചി ഫാത്തിമ വീണ്ടും മലയാളത്തിൻ്റെ അഭിമാനമാകുമ്പോൾ സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് നമ്മളോട് ഈ ഒരു അഭിമാന നിമിഷത്തിലുള്ളത്. മലയാളത്തിനാകെ വലിയ സന്തോഷം ഒരിക്കൽ കൂടി ഫെമിനിച്ചി ഫാത്തിമയിലൂടെ നൽകുകയാണ്. പറഞ്ഞു അതൊരു ആഗ്രഹിച്ചിരുന്നു, പക്ഷേ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയാണ് ആ ഒരു നിമിഷത്തേക്ക് കാണുന്നത്? ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യുന്നൊട്ടും പ്രതീക്ഷയില്ല. ലാസ്റ്റ് ടൈം അനൗൺസ് ചെയ്യുന്നുള്ള സമയത്ത് ഞാൻ രാവിലെ തൊട്ട് എക്സൈറ്റഡ് ആയിരുന്നു. എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, എവിടെയെങ്കിലും നമ്മുടെ പേര് പറയുന്നുണ്ടോ. അപ്പോൾ ആ സമയത്ത് ഒന്ന് മാറ്റി വെച്ച് പറഞ്ഞപ്പോൾ ഞാനത് വിട്ട്. പിന്നെ അത് ഇന്നുണ്ടാവുന്നുള്ളത് പെട്ടെന്ന് അറിയണത്. അപ്പോൾ അത് ഒട്ടും റെഡി ആയിരുന്നില്ല. പക്ഷേ ഞാൻ അപ്പോഴും ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ആഗ്രഹിച്ചിരുന്നു എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണം എന്നുള്ളത്. പക്ഷെ അത് മികച്ച മലയാള സിനിമയ്ക്ക് തന്നെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഇരട്ടി മധുരം തന്നെ. അതെ എക്സൈറ്റഡ്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, ഞാൻ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ് എൻ്റെ ഷെൽഫ് ഫുള്ളായി എന്ന് പറയും ഫാത്തിമയുടെ. അപ്പോൾ അതുപോലെ സംഭവിച്ചു. സന്തോഷം. ഒരു വ്യത്യസ്തമായ പ്രമേയമാണ് സംവിധായകൻ മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഒരുപക്ഷെ അവാർഡ് നിർണ്ണയ കമ്മിറ്റികളെല്ലാം ഒരുപോലെ അത് സ്വീകരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു പ്രമേയം ജനങ്ങളിലേക്ക്? അല്ല, അത് പറയേണ്ട സിനിമയാണ്, പറയേണ്ട കഥയാണെന്നുള്ള ബോധ്യം സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്നു. പിന്നെ ആ പേര് ഭയങ്കരമായിട്ട് ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള പേര് നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കളിയാക്കി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇത് കളിയാക്കേണ്ട വാക്കല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഫെമിനിച്ചി ഫാത്തിമ തുടങ്ങുന്നത്. അപ്പോൾ അതിലൂടെ ഒരു സ്ത്രീയുടെ ഒരു മുന്നേറ്റം പറഞ്ഞു, സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള സിനിമ പറഞ്ഞു. പൊന്നാനി ഏരിയയിൽ അവിടുത്തെ ഉള്ള സ്ത്രീകളുടെ കഥകൾ, പൊന്നാനി എന്നല്ല ഓൾ സ്ഥലങ്ങളിൽ ഉള്ള കഥ പറയാൻ പറ്റി. അപ്പോൾ അതിനൊക്കെ ഒരു പുതുമ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി കൂടുതലായിട്ട് ആളുകൾ ഇപ്പോൾ OTT-യിലേക്ക് ആ സിനിമ കാണാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ ഇത് തുറന്നിടുന്നത്? അതെ, എല്ലാവരും OTT-യിൽ സിനിമ കാണും. ഇത്തരത്തിൽ മലയാളത്തിനാകെ അഭിമാനം പകർന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു അപ്രതീക്ഷിതമായ അവാർഡ് അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.